ഹലോ ഗൈസ്, രാവിലെ തന്നെ പിള്ളേരെയൊക്കെ വാരിക്കുട്ടി പാർക്കിലേക്ക് പോയോ എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ പാർക്കിൽ പോയ പോക്കല്ല. പിള്ളേർക്ക് രണ്ടുപേർക്കും നല്ല ചുമ പിടിച്ച് രണ്ടുപേരെയും തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ പോയ പോക്കാണിത്. ഹോസ്പിറ്റലിൻ്റെ വാർഡിന് ഫ്രണ്ടിലായിട്ടുള്ളതാണ് ഈ ചെറിയ പാർക്ക്. കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും ഹാപ്പി ആയിട്ടിരിക്കാനും ഒക്കെ ഈ പാർക്കിൽ നല്ല രസമാണ്. എന്തായാലും ബഹളക്കാരായ പിള്ളേരെ കുറച്ചെങ്കിലും ഒന്ന് അടക്കിയിരുത്താനായിട്ട് ഈ പാർക്കിലിരിക്കുമ്പോൾ സാധിക്കും. പക്ഷേ നല്ല കൊട്ട കുത്തിയ വെയിലായതുകൊണ്ട് അമ്മമാർ നല്ല രീതിയിൽ ക്ഷീണിച്ചു. പക്ഷേ പിള്ളേർ തുള്ളി പോലും ക്ഷീണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ ഒന്ന് OP ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ഈ പാർക്കിൽ നിന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എന്തായാലും ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു പാർക്കുള്ളത് കൊണ്ട് സമയം പോയത് തന്നെ അറിഞ്ഞില്ല. പിള്ളേരാണെങ്കിൽ ഓരോ റൈഡിലും നന്നായിട്ട് എൻജോയ് ചെയ്ത് കയറുന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെയും കൂടെ നടന്ന് അമ്മമാർ രണ്ടുപേരും ശരിക്കങ്ങ് ക്ഷീണിച്ചെന്ന് വേണമെങ്കിൽ പറയാം. നല്ല വെയിലും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നൊന്നും പറയാനില്ല. രണ്ടുപേരും ഓരോ റൈഡിൽ കയറുന്നതും മത്സരിച്ചായിരുന്നു. വേറെ കുറേ പിള്ളേരും ഉണ്ടായിരുന്നു. എന്തായാലും ഓരോരുത്തർക്കും ഓരോ റൈഡിൽ കയറാൻ നല്ല തിരക്കും ഉണ്ടായിരുന്നു. എന്തായാലും ഹാപ്പി ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി കിട്ടി. കാരണം ഹോസ്പിറ്റലിൽ പോകുന്നത് തന്നെ ഒരു ദിവസത്തെ ചടങ്ങാണല്ലോ. ഹോസ്പിറ്റലിൽ പോയി രണ്ടുപേരെയും കാണിച്ചിറങ്ങിയപ്പോൾ തന്നെ ഒരു സമയമായി. പക്ഷേ പിള്ളേർ അവിടെ നിന്ന് വരാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. അവർക്ക് പിന്നെ അവിടെ തന്നെ നിൽക്കണമെന്നായിരുന്നു ആഗ്രഹമെന്ന് തോന്നുന്നു. എന്തായാലും രണ്ടുപേരെ ഒരു വിധമാണ് ആ പാർക്കിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്നത്. പിള്ളേർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നല്ല ഇൻട്രസ്റ്റ് തോന്നും. കാരണം അവിടെ പാർക്കും തൊട്ടടുത്ത് ബീച്ചും പിന്നെ ഫുഡും എല്ലാം കൊണ്ട് അവർക്ക് ഹാപ്പി ആയിരിക്കും. പക്ഷേ മുതിർന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ടയർഡാകുമെന്ന് തന്നെ പറയാം. പിള്ളേരെ മേയ്ക്കുന്നത് തന്നെ ഒരു പാടാണല്ലോ. പക്ഷേ അവരുടെ കൂടെ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് അവരുടെ കൂടെ എൻജോയ് ചെയ്യാനും സാധിക്കും. എന്തായാലും ഇന്നത്തെ ദിവസം ഈ രണ്ട് കുട്ടീസിൻ്റെയും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യുമെന്ന് പറയാം. രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഒരു ദിവസം അടിച്ചങ്ങ് പൊളിച്ചു.